ദൈവത്തിന് സ്തോത്രം. കണ്ണുകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവെ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തോട് സ്തോത്രം ചെയ്യുന്നപ്പ. വചനം ഞങ്ങളോട് സംസാരിക്കുന്നപ്പ. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെയുള്ള സകല വിടുതലും എല്ലാവരുടെ മേൽ പകരണം. പ്രാർത്ഥനയിലേക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവ് പറയുന്നു, ഇസ്രായേലിനോട് ദൈവം പറയുന്നു, മോനെ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്നെ ശബ്ദം കേൾക്കുന്ന പൈതലെ ഭയപ്പെടണ്ട, കർത്താവ് കൂടെ ഉണ്ട്. ഒന്നിനെ കുറിച്ച് ഭയപ്പെടണ്ട. എല്ലായ്പ്പോഴും കർത്താവ് കൂടെ ഉണ്ട്, എല്ലായിടത്തും കൂടെ ഉണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് സ്വത്രം വചനം പറയുന്നു, കർത്താവിനെ കണ്ടുമുട്ടുന്ന അന്ന് മുതൽ ദൂത സൈന്യം കൂടെ ഉണ്ട്. പോകുമ്പോഴുണ്ട്, വരുമ്പോഴുണ്ട്. കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ, കർത്താവിലാണ് നമ്മൾ. സ്വത്രം നമ്മൾ യേശുവിലും, യേശു നമ്മളിലുമാണ്. ഭയപ്പെടേണ്ട, സ്വത്രം നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട. രാത്രി ഭയപ്പെടേണ്ട, പകൽ ഭയപ്പെടേണ്ട, പ്രശ്നങ്ങൾ തമ്മിൽ ഭയപ്പെടേണ്ട. കർത്താവിനെ കണ്ടുമുട്ടിയ പൈതലാണോ, കർത്താവ് ജീവിക്കുന്ന പൈതലാണോ, ഒരു പേടിയും വേണ്ട, ഒരു ഭയം വേണ്ട. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് അറിയുന്നുണ്ട്. വലിയ അത്ഭുതം കർത്താവ് ചെയ്യും. സ്തോത്രം. നിന്നെ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം തന്നെ. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് പറയുന്ന മക്കളെ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. സ്വന്തം വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 17 വാക്യം വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 17 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സ്വത്രം നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. സ്വത്രം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഫലിക്കുകയില്ല. വിരോധമായ ആയുധം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ദൈവ പൈതൽ അത് ഫലിക്കത്തില്ല. സ്വത്രം സംഖ്യ പുസ്തകം വായിക്കുമ്പോൾ അടുത്ത് പറയുന്നു, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഏൽക്കത്തില്ല. കർത്താവിന്റെ മകനാണോ, കർത്താവിന്റെ മകളാണോ, ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. ലക്ഷണവിദ്യ ഇസ്രായേൽ ഏൽക്കത്തില്ല, ശാപം ദൈവത്തിനെ ഏൽക്കത്തില്ല. ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന പൈതലാണോ, ശാപത്തിന് തൊടുകയില്ല. ദൈവത്തിന് സ്വത്രം. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവിന്റെ അത്രേ സ്വത്രം. ഒരു ആയുധവും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. വിരോധമായി ശത്രു പല ആയുധങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അവന്റെ ആയുധങ്ങളൊന്നും ഫലിക്കില്ലെന്ന് വേദപുസ്തകം പറയുന്നു. വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 1 അധ്യായം 10 വാക്യം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു, സ്വത്രം സാത്താൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. സ്വത്രം ദൈവത്തിന്റെ അടുക്കൽ സാത്താൻ വരുന്നു, ദൈവത്തിന്റെ അടുക്കൽ സാത്താൻ വരുന്നു. സാത്താനും ദൈവവും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 1 അധ്യായം അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ അതിനെഴുതിയിരിക്കുന്നു, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിന് ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അപ്പോൾ നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും, ഇയ്യോബിന്റെ ചുറ്റും വേലി, ഇയ്യോബിന്റെ വീടിന് ചുറ്റും വേലി, ഇയ്യോബിനുള്ള സകലത്തിന് ചുറ്റും വേലി. എന്റെ ശബ്ദം കേൾക്കുന്ന ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലെ, നിന്റെ ചുറ്റും വേലിയുണ്ട്, ശത്രു കടക്കാതെ. നിന്റെ വീടിന് ചുറ്റും വേലിയുണ്ട്, ദുഷ്ടൻ കടക്കാതെ. നിനക്കുള്ള സകലത്തിന് ചുറ്റും വേലിയുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, ഒന്നിനെ കുറിച്ച് ഭയപ്പെടല്ലേ, ഭയപ്പെടേണ്ട. അതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടേണ്ട. സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടില്ലേ, ഒന്നിനെ കുറിച്ച് പേടിക്കല്ലേ. വിളിച്ച ദൈവം വിശ്വസ്തനാത്രേ, അന്ത്യം വരെ വേണ്ടി നടത്തുവാൻ. ഹല്ലേലൂയ. മതിയായ കർത്താവത്രേ. ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട, ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് കലങ്ങണ്ട. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ യേശു എൻ്റെ യേശു, ഈ ദൈവം എൻ്റെ ദൈവം.
വിളിച്ചിറങ്ങിയിട്ട് വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. കൂടെ നടക്കുന്ന, കൂടെ ഇരിക്കുന്ന. സ്വത്രം കർത്താവ് അത്ര നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സ്വത്രം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം. ഇയ്യോബിന് ചുറ്റും വേലി, ഇയ്യോബിന്റെ വീട് ചുറ്റും വേലി, ഇയ്യോബിന് ഉള്ളതിന് ചുറ്റും വേലി. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നിനക്ക് ചുറ്റും വേലിയുണ്ട്, നിന്റെ വീടിന് ചുറ്റും വേലിയുണ്ട്. സകലത്തിന് ചുറ്റും വേലിയുണ്ട്. സ്വത്രം മാത്രമല്ല, ദൂതന്മാർ ഒഴിച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഇരിക്കുന്നത് കർത്താവിന്റെ കരത്തിനകത്തത്രേ. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കർത്താവിൽ അടുത്ത് ചുറ്റും ദൂതന്മാർ, അടുത്ത് നമുക്ക് ചുറ്റും വേലി, അടുത്ത് നമ്മുടെ വീടിന് ചുറ്റും വേലി, അടുത്ത് നമ്മുടെ സകലത്തിന് ചുറ്റും വേലി. ഒരു ദുഷ്ടനകത്ത് കടക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം വായിക്കുമ്പോൾ സ്തോത്രം, അതിനകത്ത് ലൂക്കോസ് 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ തലയിലെ മുടി വരെ എണ്ണിയിരിക്കുന്നു. നിങ്ങളുടെ തലയിലെ മുടി വരെ, കഥ പറയുന്നത്, നിങ്ങളുടെ തലയിലെ മുടി വരെ എണ്ണിയിരിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, നീ ഭയപ്പെട്ടിരിക്കുകയാണോ? പേടിച്ചിരിക്കുകയാണോ? അസ്വസ്ഥതപ്പെട്ടിരിക്കുകയാണോ? വെല്ലുവിളി ഉയർത്തുന്ന ശബ്ദം കേട്ട് നീ തകർന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുകയാണോ? പേടിക്കേണ്ട, കർത്താവ് നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട എന്ന് ഉരയ്ക്കുന്നു. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട മക്കളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കയിൽ ഞാൻ നിന്നെ താങ്ങും. സ്വത്രം, ദൈവത്തിന്റെ സ്വത്രം. ലൂക്കോസ് 12:7 പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നു. ഈ ലോകത്തിൽ ആരും മുടി എണ്ണിട്ടില്ല. അപ്പനോ അമ്മയ്ക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും നമ്മളെ സ്നേഹിക്കുന്നത് എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും അവരാരും നമ്മുടെ മുടി എണ്ണിട്ടില്ല. എന്നാൽ മുടി എണ്ണി എഴുതിയിട്ടുള്ള ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അതിൻ്റെ യേശു മാത്രമേ ഉള്ളൂ. അല്ലോ, ആ യേശു ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കരുതുന്നുണ്ട്. ഒന്നിനെക്കുറിച്ച് ഭയപ്പെടില്ല. തങ്ങൾ വളരെ വേദനയുടെ നടുവിലാണോ, ഭാരത്തിന് നടുവിലാണോ, ഭയപ്പെട്ടിരിക്കുകയാണോ? പേടിക്കേണ്ട. കർത്താവിലാണോ? അതത് സമയത്ത് തടയേണ്ടതെല്ലാം ദൈവം തരും. വഴികൾ തുറക്കും, വാതിലുകൾ തുറക്കും. ശത്രു തൊടാതെ ദൈവം സൂക്ഷിച്ചുകൊള്ളും. ഹല്ലേലൂയ. അവൻ്റെ ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. അവൻ്റെ വാക്കുകൾ നിനക്ക് ഏൽക്കത്തില്ല. ഒരു ദുഷ്ടൻ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലകളാണ് ഇതിനകത്ത് കേൾക്കുന്ന ഓരോ മക്കളും. പൈതലെ, യേശുവിനെ കണ്ടുമുട്ടിയ പൈതലാണോ? ഉറപ്പോടെ വിശ്വസിക്കുക, കർത്താവ് കൂടെ ഉണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, നീ യേശുവിനെ ഇതുവരെയും കണ്ടുമുട്ടിയോ? യേശുവിനെ നീ കണ്ടുമുട്ടിയാൽ നിന്റെ കൂടെ അന്നു മുതൽ യേശു വസിക്കും. ഹല്ലേലൂയ. ദൂതന്മാരുടെ നടുവിൽ നീ നമുക്ക് വസിക്കാം. യേശുവിനെ കണ്ടുമുട്ടിയാൽ അവർക്ക് സംരക്ഷണ കവചങ്ങളുണ്ട്. ദുഷ്ടനെ അടുക്കാൻ പറ്റാതെ തീ മതിലുണ്ട്. ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും. സ്വത്രം. കാവലുണ്ട്, നമുക്ക് കാവലുണ്ട്. നമുക്ക് ചുറ്റും ഭവനത്തിന് കാവലുണ്ട്, സകലത്തിന് ചുറ്റും കാവലുണ്ട്. മാത്രമല്ല, ദൂതന്മാർ കാവലുണ്ട്. മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. ഒരു ശത്രുവിനെ തൊടാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത ആളാണെങ്കിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞേ, കർത്താവേ, എനിക്കും അങ്ങേ ആവശ്യമാണ്. ഞാൻ പലതിനും ഭയപ്പെടുന്നു. രാത്രി ഭയപ്പെടുകയാണോ? പകല് ഭയപ്പെടുകയാണോ? സ്വന്തം എല്ലാത്തിനും ഭയമാണോ? ജീവിതത്തിലെല്ലാം തീർന്നതാണോ ഭയം? പേടിക്കല്ലേ, കർത്താവ് കൂടെ ഉണ്ട്. സങ്കീർത്തനം വായിക്കുമ്പോൾ, 91 സങ്കീർത്തനം വായിക്കുമ്പോൾ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്ത യഹോവയെ കുറിച്ച് സ്വന്തം, യഹോവ എൻ്റെ സങ്കേതം. ഹല്ലേലൂയ. കർത്താവിൽ വസിക്കുന്ന ഒരു പൈതലിന്, കർത്താവിന്റെ നിഴലിൽ പാർക്കുന്ന ഒരു പൈതൽ ധൈര്യമുണ്ട്. സ്വത്രം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിന്ന് വിടുവിക്കും. തന്റെ തോൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പലതയുമായിരിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പെടില്ല. ഒന്നിനെ കുറിച്ച് പേടിക്കണ്ട, കർത്താവ് കൂടെ ഉണ്ട്. ഒന്നിനെ കുറിച്ച് ഭയപ്പെടണ്ട, കർത്താവ് കൂടെ ഉണ്ട്. സ്തോത്രം. അയ്യോ, എന്ത് രോഗമാണ്, അയ്യോ സ്തോത്രം, മരിച്ചു പോകും, അയ്യോ തകർന്നു പോകും എന്ന് നീ ഭയപ്പെടുന്ന പേടിക്കില്ല. ഒന്നുമില്ല. യേശു അറിയാതെ ഒരു മുടിയും കൊടുത്തില്ല. കർത്താവിൻ്റെ കരത്തിലാണ് നീ. കർത്താവിൻ്റെ കരത്തിലാണ് നീ. ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, ഒന്നിനെ കുറിച്ച് പേടിക്കണ്ട. ഈ രോഗം മാറിപ്പോകും, ഈ ഭാരം മാറിപ്പോകും, ഈ പ്രതികൂലം മാറിപ്പോകും, ഈ പ്രശ്നം മാറിപ്പോകും, ഈ കാറ്റ് നീങ്ങിപ്പോകും. എന്നും പ്രതികൂലമല്ല, എന്നും പ്രശ്നമല്ല. ഈ കാറ്റ് നീങ്ങിപ്പോകും, ഈ പ്രശ്നം നീങ്ങിപ്പോകും. സ്തോത്രം. ക്രിസ്തു കൂടെ ഉണ്ട്. ഒന്നിനെ കുറിച്ച് ഭയപ്പെടരുത്. അതിൽ യേശയ്യാവിൽ പറയുന്നു, 41:10 വാക്യം ഒന്നുകൂടെ വായിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നിന്നെ ഭയപ്പെടുന്നു. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്നു. ഭ്രമിക്കേണ്ട. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഇന്ന് ശക്തിയില്ലാതെ ഇരിക്കുകയാണോ? ഈ ശബ്ദം കേട്ടുകൊണ്ട് എന്തിനാണ് ബലഹീനപ്പെട്ടിരിക്കുന്നത്? ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? തലമുറകളെ കുറിച്ചാണോ? കുടുംബത്തെ കുറിച്ചാണോ? സ്തോത്രം. ശാരീരികമായി തകർന്നതാണോ?
മാനസികമായി തകർന്നാണോ, പ്രാർത്ഥന ജീവിതം കുറഞ്ഞാണോ, കർത്താവ് ശക്തിയേറെ വന്നിട്ടുണ്ട്. സ്വത്രം ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ കർത്താവ് എന്നെ ശക്തീകരിക്കണമേ, ഞാൻ നിന്നെ ശക്തീകരിക്കും. വീണ്ടും പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കും. ഇത് ഏത് സഹായത്തിന് വേണ്ടിയാണ് പൈതലെ നീ ഇരിക്കുന്നത്? നിന്നെ ഏത് വിഷയത്തിന് സഹായിക്കാൻ യേശു വന്നിട്ടുണ്ട്. യേശു നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ സാന്നിധ്യം മൂടുന്നു, നിന്റെ മേലെ ആ കൃപ ഇറങ്ങുന്നു. സഹായിക്കുന്ന കരവുമായി ഇനി കരങ്ങളെ നീട്ടി കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ വേദന ഭാരം മാറ്റുന്നു, വിഷമത മാറ്റുന്നു, നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. സഹായിക്കുന്നു. എൻ്റെ നീതിയുള്ള വലകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. താങ്ങുന്ന കർത്താവ്, സ്തോത്രം. ബലപ്പെടുത്തുന്ന കർത്താവ് നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങുകയാ. നമുക്ക് കണ്ണുകളടയ്ക്കാമോ? കർത്താവിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ഭയപ്പെടേണ്ട, ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട. അത് ഇത് ചിന്തിച്ച് ഭയപ്പെടേണ്ട. എല്ലാ ഭാരവും, നിന്റെ ഭാരം സംഗീതത്തിന് 55:22 പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മുമ്പിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുന്നു. ആമേൻ. കർത്താവേ സ്തോത്രം. ഇതിനകത്ത് ഈ ശബ്ദം കേട്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളെ തരുന്നപ്പാ കർത്താവെ, ഭാരം മാറിപ്പോട്ടെ, വിഷമം മാറിപ്പോട്ടെ, നിരാശ മാറിപ്പോട്ടെ, ദുഃഖം മാറിപ്പോട്ടെ, കടന്നിൽ മാറിപ്പോകട്ടെ, ഞെരുക്കം മാറിപ്പോട്ടെ. കർത്താവെ, ദൈവിക സമാധാനം നിറയ്ക്കണമേ. ഭയത്തിന്റെ ആത്മാവ് നീങ്ങിപ്പോകട്ടെ കർത്താവെ, ഭയപ്പാടുകൾ നീങ്ങിപ്പോകട്ടെ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ, പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ. ഏത് വിഷയത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നുവോ, സംരക്ഷകനകത്ത് കർത്താവിന്റെ സംരക്ഷണം ആ കൃപയ്ക്കകത്ത്, ആ സാന്നിധ്യത്തിനകത്ത്, ആ സമാധാനത്തിനകത്ത്, ആ സന്തോഷത്തിനകത്ത് മറന്നിരിക്കട്ടെ. കർത്താവിലുള്ള സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തവർ കർത്താവ് രക്ഷകനായി സ്വീകരിക്കട്ടെ, ക്രിസ്തുവിൽ ജീവിക്കട്ടപ്പ. കർത്താവ് ഒറ്റ മക്കളെ നഷ്ടപ്പെടാതെ എല്ലാവരും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണട്ടെ. കർത്താവ് ഇന്ന് ഈ ശബ്ദം കേട്ടിരുന്ന എല്ലാവരെയും കർത്താവ് അങ്ങ് മറച്ചിരിക്കായി സ്തോത്രം, രക്തം കൊണ്ട് കഴുകിയിരിക്കായി സ്തോത്രം. അങ്ങയുടെ ചിറകിന്റെ മറവിലെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യത്തിൽ, ദൂതന്മാരുടെ നടുവിൽ, രാജാവിൽ മറച്ചു പിടിച്ചിരിക്കായി സ്തോത്രം. സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ തരുന്നു. പ്രാർത്ഥന സ്തോത്രം. സൗഖ്യമാക്കിയിരിക്കുക സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.